ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയ മേച്ചിപ്പുറങ്ങൾ തേടിപ്പോൾ ഈ വഴി നിങ്ങൾ കണ്ടിട്ടില്ല. എന്താ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വഴി വരാറില്ല, ഈ വഴി വരേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ വഴി. ഇന്ന് ഞാൻ എവിടെ പോവുകയാണെന്ന് വെച്ചാൽ തേങ്ങ വാങ്ങിക്കാൻ പോവുക. തേങ്ങ വാങ്ങിക്കണമെങ്കിൽ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വഴിയും പരിചയപ്പെടാം. ഓക്കെ. അയ്യോ, ഇവിടെ ഒത്തിരി ടേബിൾ റോസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച്, മഞ്ഞ, അങ്ങനെ. അയ്യോ, ഒന്നും കാണുന്നില്ലല്ലോ. വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. വൈറ്റ് കുറേ പോയല്ലേ. അയ്യോ, എന്തായാലും പോകുമ്പോൾ എടുത്തിട്ട് പോകാം. അടിച്ചു മാറ്റാം നമുക്ക്. ഓക്കെ. കുറേ ഉണ്ടായിരുന്നതാ, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് പണിയാണ്, അപ്പോൾ നോക്കിയും കണ്ടും ക്രോസ് ചെയ്യണം. മലേഷ്യയിലെ നാഷണൽ ഫ്ലവറാണ് ചെമ്പരത്തി കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം അല്ലേ. സിഗ്നലിൻ്റെ അവിടെ എത്തുന്നത് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം. ഓക്കെ. നല്ല പൊരി വെയിലാണ്. കാറൊക്കെ വന്ന വരവ് കണ്ട. റംബൂട്ടാൻ ഉണ്ടല്ലോ ഇവിടെ. ആൻറ്റി പറയണേ റംബൂട്ടാനും ലിച്ചിയാണോ കിവി അത് കിവിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടേ. അത് രണ്ടും മലേഷ്യൻ ഫ്രൂട്ട്സാണ്, മലേഷ്യൻ നെയിമാണ് എന്നാ പറയണേ. ഇവിടെ നിന്ന് ആരും വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല. നമ്മളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ട്, അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ഹമ്പാണ്, നമുക്ക് ക്രോസ് ചെയ്യാം എങ്ങനെയെങ്കിലും. ഓ, നല്ല വെയിൽ. താങ്ക് യു. വിശേഷങ്ങളൊന്നുമില്ല പറയാനായിട്ട് തന്നെ. എന്ത് വിശേഷം? നേരം വിളിക്കുന്നു, രാത്രിയാവുന്നു. നേരം വിളിക്കുന്നു, ഉച്ചയാവുന്നു, രാത്രിയാവുന്നു. അത്രേ ഉള്ളൂ വിശേഷം. അപ്പം നമുക്ക് തേങ്ങ വാങ്ങിക്കണം. ഇന്ന് രാവിലെ ഞാൻ പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാനിങ്ങനെ നടക്കും കേട്ടോ. എന്നെ 16 പ്രാവശ്യം കടയിലും വിടും. എനിക്കിഷ്ടമാണ് 16 പ്രാവശ്യം കടയിൽ പോവാം. അപ്പോൾ പറയും ഊര് ചുറ്റണം ഭയങ്കര ഇഷ്ടമാണല്ലേ, ഊര് ചുറ്റൻ. അറിയാ, ഇതാ സാധനം കണ്ടാ, അതൊരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. ക്രോസ് ചെയ്യട്ടെ. ആ റോഡിൻ്റെ അവസാനത്തെ കടയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ കട തേടിപ്പോ. ഉണ്ടോ? ഈ വഴി അങ്ങനെ വരാറില്ല കേട്ടോ. ഞാൻ വരേണ്ട ആവശ്യമില്ല, കാരണം റോഡൊക്കെ ക്രോസ് ചെയ്ത് തന്നെ പറഞ്ഞേ ആൻറ്റി അങ്ങനെ വിടാറില്ല ഇവിടെ. നമ്മുടെ അവിടെ തന്നെ ഉണ്ട് കടകൾ. 99 കേക്കൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പുള്ളിക്കാരൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. മറ്റേ 99 ലാസ്റ്റ് കടയെന്നാണോ, ലാസ്റ്റ് കടയുടെ ഇപ്പുറത്തെ കടയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതേതാ? ഇത് കേക്ക്. ഇത് റെസ്റ്റോറൻറ്റ്. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എങ്ങാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു ദിവസം ഞങ്ങൾ തൈര് മേടിക്കാൻ വന്നായിരുന്നു. ആൻറ്റിയുടെ കടയിൽ തോന്നുന്നു കേട്ടോ. നോക്കട്ടെ.
ഇവിടുത്തെ ഒരു പ്രത്യേക ഡിഷാണ് നസലാമ എന്ന് പറയും. അതായത് തേങ്ങാപ്പാലിട്ട് ചോറ് വറ്റിച്ചെടുക്കും. എന്നിട്ടെന്താ കൊഴുവ വറുത്തതുണ്ടാവും അതിനകത്ത്. കപ്പലണ്ടിക്ക് ഇട്ടാണ് കൊഴുവ വറുക്കണം. ചോദിക്കട്ടെ. I want coconut. Coconut. One packet. How much? 450. Okay. One packet. Yeah. How much is this one? Which one? This one. Oh yeah. Wait. Only this weight. Yes. Hi. Bring it lah. Okay. Six. I only this one. Only this one. Ah yeah, This one. coconut. Yeah. Sorry. Thank you. Okay. Thank you. Thank you. അങ്ങനെ എനിക്ക് 8 മിനിറ്റുള്ള വീഡിയോ കിട്ടി. പുതിയ മേച്ചിൽപ്പുറങ്ങട തേടി അല്ലേ. അതാണ് നസലമ്മ എന്ന് പറഞ്ഞാൽ ആ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കണുണ്ടോ. അത് അതിനകത്തൊരു മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതി ഉണ്ടാവും. തേങ്ങാപ്പാലിൽ ചോറ് വറ്റിച്ചതുണ്ടാവും. കൊഴുവ വറുത്തതുണ്ടാവും. കൊഴുവ വറുത്തതെന്നൊക്കെ പറഞ്ഞാലേ കപ്പലിൻ്റെ ഇട്ടാ കൊഴുവ വറുക്കണേ. അപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പം അങ്ങനത്തെ അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നസലാമ എന്ന് പറയും. ആ ചോറിനകത്തിട്ട് കൊഴുവ വറുത്തതൊക്കെ ഇട്ട് കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ തേങ്ങ വാങ്ങിച്ചു. പഴം വാങ്ങിക്കാനാണെന്നുണ്ടായിരുന്നു. കാരണം പുട്ടുണ്ടാക്കാൻ പഴം വാങ്ങിക്കാൻ ഉണ്ട്. അപ്പോൾ പഴത്തിന് 6 റിങ്കറ്റ് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല അത് ഹാഫാക്കി തരുമെന്നൊക്കെ പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം സിറപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയി. സിറപ്പ് വാങ്ങിക്കാൻ വേണ്ടി ചെന്നിട്ട് സിറപ്പ് എന്താ പറയണേ, സിറപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുന്ന സിറപ്പ് പോലെ അല്ലല്ലോ അവർ പറയണം. അവർ വേറെ എന്തൊക്കെയോ ആണല്ലോ പറയുന്നത്. അവസാനം കണ്ടുപിടിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടൊന്ന് ആൻറ്റിക്ക് കൊടുത്തു. ഇതൊക്കെ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമുക്ക് പോകാം. റോഡ് ക്രോസ് ചെയ്യണം, സൂക്ഷിച്ച് ക്രോസ് ചെയ്യാം. അപ്പം ഞാൻ വെക്കട്ടെ. ഞാൻ അങ്ങനെ വീഡിയോ ഇടാതിരിക്കണേയിരുന്നു. എന്തോ ഞാൻ പറഞ്ഞില്ലേ. See you again. അപ്പോൾ നമുക്ക് വീണ്ടും ആ വഴി പോയാൽ മതിയായിരുന്നല്ലോ. കാരണം
ഈ വഴി അയ്യോ സോറി ആ ചാവ ആ പപ്പനെ ഞാൻ ഊത്തിട്ടോനെ പപ്പനോർക്ക് ഇവർക്ക് എന്തൊക്കെ ഇരിക്കണം. ഈ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുമല്ല, റോഡൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കണ ആരാണെങ്കിലും ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോകണമെന്നേ. കാരണം വണ്ടി ഇരിക്കുകയാണെങ്കിൽ അവരെയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അയ്യോ അങ്ങനെ നല്ലത് എന്ത് ദുഷ്ട മനസ്സല്ലേ. ഒക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. റോഡ് ക്രോസ് ചെയ്യാം എന്തായാലും. ഇവിടെ ഹമ്പാണ്. ക്രോസ് ചെയ്യട്ടെ. പച്ച മഞ്ഞ ചുമപ്പ് ക്രോസ് ചെയ്യാല്ലേ. ഏമേ കാത്തുള്ളനെ വിശ്വ പറയാൻ പറ്റില്ല. നമ്മളുടെ തലയിൽ എന്താ എഴുതി വെച്ചേക്കണേന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുപോലെയൊക്കെ സംഭവിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. നമുക്ക് ചെടി അടിച്ച് മാറ്റണം. ചെടി കുറേ ഉണ്ടായിരുന്നത് അവിടെ. ചെടി അടിച്ച് മാറ്റി ചെടി നടണം. എനിക്ക് ചെടിയൊന്നും നോക്കാനൊന്നും അറിയാൻ പാടില്ലേ. വഴിക്കാണെങ്കിൽ ചെടിയൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയണേ, ചെടിയൊന്നും നോക്കാൻ അറിയാൻ പാടില്ല. ഞാൻ ചെടിയൊക്കെ കൊണ്ട് നട്ടിട്ട് വെള്ളം ഒഴിച്ച് ചീച്ചളഞ്ഞു. പോയാലോ? ഓക്കെ. നമുക്ക് 12 മിനിറ്റ്. ഓക്കെ. അപ്പോൾ അത് ശരി. എല്ലാവർക്കും ബൈ. സി യു. Thank you for watching my video. Thank you for my dear sisters and brothers. Thank you for watching.